നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇത്ര പെട്ടെന്ന് സുഖപ്പെട്ടോ? സത്യമേ? പൊന്നു ചേച്ചി, ശബ്ദം ഉണ്ടാക്കരുത്, ആരെയും വിളിക്കരുത്. ഇപ്പൊ നിൽക്കുന്ന ആ സത്യാമ്മയുടെ വീട് തന്നെയാ. അതിനെത്ര നാള് പിടിച്ചു നിൽക്കാൻ പറ്റും? അഭിനയല്ലേ എല്ലാം. എടി കൊച്ചെ, ഈ അഭിനയവും ജീവിതവും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. നീ ഈ അഭിനയം നിന്റെ ജീവിതത്തിലേക്ക് അങ്ങ് കൂട്ടിച്ചേർക്കാൻ പോകുന്നു എന്ന് വെച്ചാൽ വിഷ്ണുവിന്റെ ജീവിതത്തിലേക്ക് നീ അങ്ങ് ഇടിച്ചു കയറാൻ പോകുന്നു. അവന്റെ ഭാര്യയായിട്ട് അങ്ങ് കൂടാൻ പോകുന്നു എന്ന്. അതൊക്കെ നടക്കൂ? വിഷ്ണുവേട്ടന് എന്നെ ഇപ്പൊ സംശയം. ശത്രുവിനെ പോലെയാ. ഹർഷൻ എപ്പോ വരുമെന്ന് കാണുമ്പോഴൊക്കെ ചോദിക്കും. എന്നാ നീ ഇന്നു മുതൽ നിന്റെ ഹർഷന്റെ പേരങ്ങ് മറന്നേക്ക്. എന്നിട്ട് ആ സ്ഥാനത്ത് വിഷ്ണു എന്ന പേരങ്ങ് പച്ച കുത്തിയേക്ക്. സ്നേഹത്തോടെ ഒരു പെണ്ണ് 10 വട്ടം ഒരു പുരുഷന്റെ പേര് വിളിച്ച ഒരു വട്ടമെങ്കിലും അവന് തിരിഞ്ഞു നോക്കാതിരിക്കാനാവില്ല. അതങ്ങ് രംഭയുടെ കാലം മുതൽ നമ്മള് പെണ്ണുങ്ങളെന്ന വർഗത്തിന് കിട്ടിയിട്ടുള്ള ട്രേഡ് മാർക്കാ. നീയൊന്ന് അറിഞ്ഞു വിളിക്കേ. അവൻ വിളികേക്കോന്ന് അറിയാലോ. അല്ല, ഇതൊക്കെ നടക്കൂ? നടത്തണം. ശാലിനി സത്യാമ്മയുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്നിടത്തോളം കാലം ഇതൊക്കെ അവിടെ നടക്കും. പിന്നെ ഇത്രയും വലിയൊരു വീട്, കാറ്, ബന്ധുക്കള്, ഇതൊക്കെ സ്വന്തമാക്കണെങ്കിലേ കുറച്ചൽപ്പം പണിയൊക്കെ എടുക്കേണ്ടി വരും. എല്ലാം കൈവെള്ളയിൽ കിട്ടിക്കഴിയുമ്പോ ഈ ഉള്ളവളെ മറക്കാതിരുന്നാ മതി. എന്നാൽ ഇന്നു മുതൽ സ്വപ്നം കണ്ടോ, വിഷ്ണു നിന്റേതായിട്ട് മാത്രം മാറുന്ന നിമിഷങ്ങൾ. ഹലോ ഹലോ, അത് ഈശ്വരൻ, ഹർഷൻ. നിന്നെ അവിടെ പിടിച്ചു നിർത്തേണ്ടത് എന്റെ ആവശ്യമാണടി. ഒരു ഹർഷന്റെ ഒപ്പവും നീ അവിടുന്ന് പോകില്ല. പോകാൻ ഞാൻ സമ്മതിക്കില്ല. നീ എന്റെ ഇരയാ. ചൂണ്ടയിൽ കൊളുത്തിയിട്ട ഇര. അത് തിന്നേണ്ടവൻ വന്ന് തിന്നുന്നത് വരെ ഈ ഇരയെ ഞാനിങ്ങനെ ഇട്ടോണ്ടിരിക്കും. ഒരു കാര്യം ഉറപ്പാ, എന്റെ ഈ ചൂണ്ടയിൽ നിന്നും നീ ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല. എന്തൊരു കിടപ്പ കുഞ്ഞേത്. കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് കുഞ്ഞിന് സുഖപ്പെടാനായിട്ട്. ഞാൻ ഈ മുറിയൊക്കെ ഒന്ന് വൃത്തിയാക്കി ബെഡ്ഷീറ്റ് മാറ്റി തരാവേ. പൊന്നി ചേച്ചി, പൊന്നി ചേച്ചി, അയ്യോ കുഞ്ഞെ, എന്താ ഇത്? ഈശ്വര, ഇത്ര പെട്ടെന്ന് സുഖപ്പെട്ടോ? സത്യമേ? പൊന്നി ചേച്ചി, ശബ്ദം ഉണ്ടാക്കരുത്, ആരെയും വിളിക്കരുത്. അയ്യോ കുഞ്ഞെ, അയ്യോ എന്താ? പതുക്കെ.
എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കുഞ്ഞിന് അസുഖമൊന്നുമില്ലേ? തൽക്കാലം ഇല്ല. അപ്പോ ഈ കണ്ടതൊക്കെ? കുഞ്ഞേച്ചിയും വിഷ്ണുവേട്ടനും പഴയതുപോലെ ഒന്നിക്കണമെന്ന് ചേച്ചിക്ക് ആഗ്രഹമില്ലേ? പിന്നെ ഇല്ലാതിരിക്കോ കുഞ്ഞെ? ഞാൻ മാത്രമല്ല, സത്യാമ്മ ഒഴിച്ച് ഈ വീട്ടിൽ എല്ലാരും അത് ആഗ്രഹിക്കുന്നതാ. എങ്കിൽ അതിനുവേണ്ടി തന്നെയാ ഞാനിങ്ങനെ കിടക്കുന്നത്. എന്റെ കുഞ്ഞേച്ചിയെ ഈ വീട്ടിലെത്തിക്കാൻ മറ്റൊരു മാർഗവും കണ്ടില്ല ഞാൻ. എന്റെ കുഞ്ഞേച്ചി ഇവിടെ ഇല്ലേ? അത് ഏതോ ഫോൺ വന്നിട്ട് ജോലിസ്ഥലത്ത് എന്തെങ്കിലും അത്യാവശ്യമായിരിക്കും. കുറേയധികം ആൾക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ട ആളല്ലേ? അത് 100,000 പ്രശ്നങ്ങളാ എന്റെ കുഞ്ഞേച്ചിയുടെ തലയില്. പിന്നെ ഓരോ ജന്മങ്ങള് മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് കച്ച കെട്ടി ഇറങ്ങിയിട്ടുണ്ടല്ലോ. കാർത്തികയല്ലേ? അതെ, അവളിൽ എന്തൊക്കെയോ ഒളിച്ചുകളികളുണ്ട്. നമ്മളൊന്നും കരുതുന്ന ആളെ അല്ല അവള്. അതിപ്പോ പറയേണ്ട കാര്യമുണ്ടോ? എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഏതോ ഒരു വലിയ കറക്കത്തിപ്പെട്ട അവൾ വന്നു കേറിയിരിക്കുന്നെന്ന്. കറക്കത്തിപ്പെട്ട് മാത്രമല്ല, ആരെയും എളുപ്പത്തിൽ കറക്കിയെടുക്കാനും അവൾ മിടിക്കുക. കാർത്തിക ഒരുപാട് രഹസ്യങ്ങളുമായിട്ടാ നടക്കുന്നത്. അവള് പോലും അറിയാതെ അതെല്ലാം ചികഞ്ഞെടുക്കാൻ കഴിഞ്ഞ പിന്നെ കാര്യങ്ങളെല്ലാം എളുപ്പമാവും. അത് പിന്നെ മറ്റാരും അറിയാതെ പൊന്നി ചേച്ചി എന്നെ ഒന്ന് സഹായിക്കണം. അയ്യോ കുഞ്ഞെ, ഞാനോ? അതിനിപ്പോ ഏറ്റവും പറ്റിയ ആള് പൊന്നി ചേച്ചിയാ. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇതേപോലെ കാർത്തിക ബാഗൊക്കെ വെച്ചിരിക്കുന്ന റൂമില് ക്ലീൻ ചെയ്യാനെന്ന പോലെ ചേച്ചി കയറണം. എന്നിട്ട് ബാഗും മറ്റു സാധനങ്ങളും ഒക്കെ പരിശോധിക്കണം. ഒരു പക്ഷെ അവളെ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു വിവരം കിട്ടാതിരിക്കില്ല. പ്ലീസ് പൊന്നി ചേച്ചി ചെയ്യോ? ചെയ്യാം കുഞ്ഞെ. ശാലിനി കുഞ്ഞും വിഷ്ണു കുഞ്ഞും ഒന്നിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യാനും തയ്യാറാ. പിന്നെ സൂക്ഷിച്ചു വേണം. അവൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നത് നമ്മുടെ സത്യമ്മയാ. അതറിഞ്ഞുകൊണ്ട് വേണം കാര്യങ്ങൾ നീക്കാൻ. ചേച്ചി. എന്താ കുഞ്ഞെ? പിന്നെ എനിക്ക് അസുഖമില്ല എന്നുള്ള കാര്യം ചേച്ചി അല്ലാതെ മറ്റാരും അറിയാൻ ഇടവരരുത്. അയ്യോ അത് വേണ്ട. കുഞ്ഞിന്റെ കാര്യം ആലോചിച്ച് ശാലിനി കുഞ്ഞ് എന്തുമാത്രം വിഷമിക്കുന്നുണ്ടെന്നറിയാമോ? എന്തിനാ അവരെയൊക്കെ ഇങ്ങനെ? ചേച്ചി, ഇതല്ലാതെ മറ്റൊരു നിവൃത്തിയില്ല. എനിക്ക് അസുഖമില്ലെന്നറിഞ്ഞ ആ നിമിഷം കുഞ്ഞേച്ചിയെ സത്യമായി ഇവിടുന്ന് ഇറക്കി വിടും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.